ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതുവത്സര പുലരി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരുമയുടെയും വർഷമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ആശംസ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധ്യമായി തീരണം ഓരോ വ്യക്തിയും. ആയതിനാൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരുവൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും അവന് സ്നേഹമില്ല എങ്കിൽ അവൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ആയതിനാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. യേശുക്രിസ്തു പഠിപ്പിച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. രണ്ടാമതായി സന്തോഷം. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. മൂന്നാമതായിട്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നാലാമതായിട്ട് ഒരുമ. യേശുക്രിസ്തു പ്രാർത്ഥിച്ചു പറഞ്ഞത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഇവയൊക്കെ നല്ല ആത്മാവിൻ്റെ നല്ല ഫലങ്ങളാണ് എന്ന് ഓർക്കുക. തിരുവചനം പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇന്ന് ജാതിയോടും വംശത്തോടും കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരുമയുടെയും ആവശ്യം എത്രമാത്രം അനിവാര്യമാണെന്ന് ഓർക്കുക. കുടുംബജീവിതത്തിൽ പോലും ശിഥിലത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി തീർന്നിരിക്കുന്നു ഇപ്പോൾ. ആയതിനാൽ വ്യക്തി ജീവിതങ്ങൾ വിദ്വേഷവും പകയും നിറഞ്ഞ ചിന്താഗതിയിൽ നിന്നും വിട്ടുമാറി ദൈവസ്നേഹമുള്ളവരായിട്ട് തീരണം. അതാണ് ഈ പുതുവത്സരത്തിൽ നാം ഓരോരുത്തരും കാക്ഷിക്കേണ്ടത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് അത് സന്തോഷത്തോടും സമാധാനത്തോടും ഒരുമയോടും ഒക്കെ ജീവിപ്പാനായിട്ടാണ്. അത് നാം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്താൽ ഈ പുതുവത്സരം നമുക്ക് അനുഗ്രഹപൂർണ്ണമായി തീരും. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ.